ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2025 ലോഗോസിന്റെ ന്യായാധിപന്മാരിൽ നിന്നുള്ള 8ാമത്തെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 18ാം അധ്യായത്തിന്റെ 1ാം ഭാഗമാണ്. ന്യായാധിപന്മാർ 18ാം അധ്യായം 2 ഭാഗങ്ങളായാണ് ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമാണ്. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. 2025 ലോഗോസിന്റെ പഠനഭാഗത്തുള്ള വാക്യങ്ങൾ ഒരു ദിവസം 4 വാക്യം എന്ന ക്രമത്തിൽ പഠിച്ചു പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് വാക്യം പഠിക്കേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ അധ്യായം 18 ആകെ എത്ര വാക്യങ്ങളുണ്ട്? 31 വാക്യങ്ങൾ. 2, ന്യായാധിപന്മാർ 18ാം അധ്യായത്തിന്റെ ഏക തലക്കെട്ട് ദാൻ ലായിഷ് പിടിക്കുന്നു. 3, ന്യായാധിപന്മാർ 18ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. 4, അക്കാലത്ത് എവിടെയാണ് രാജാവില്ലാതിരുന്നത്? ഇസ്രായേലിൽ. 5, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഏതു കാലത്ത്? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലത്ത്. 6, ദാൻ ഗോത്രക്കാർ എന്ത് അന്വേഷിക്കുന്ന കാലത്താണ് ഇസ്രായേലിൽ രാജാവില്ലാതിരുന്നത്? അധിവസിക്കാൻ അവകാശഭൂമി. 7, ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ചത് എന്തുകൊണ്ട്? ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. 8, ഇസ്രായേലിൽ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഗോത്രത്തെപ്പറ്റി? ദാൻ ഗോത്രത്തെപ്പറ്റി. 9, ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അന്നുവരെ ദാൻ ഗോത്രത്തിന് ലഭിക്കാതിരുന്നത് എന്ത്? അവകാശമായി ഒരു സ്ഥലം. 10, ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചത് ആരെ? സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ. 11, സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ഒറ്റുനോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ അയച്ചത് ആരെയായിരുന്നു? തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ. 12, സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ അയച്ചത്? 5 പേരെ. 13, സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചപ്പോൾ അവർ അവരോട് പറഞ്ഞതെന്ത്? പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. 14, എന്ത് നിരീക്ഷിച്ചു വരുവിൻ എന്നാണ് ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേരോട് ദാൻ ഗോത്രക്കാർ പറഞ്ഞത്? ദേശം. 15, ദേശം ഒറ്റുനോക്കാൻ പോയ കഴിവുറ്റവരായ 5 പേർ എത്തിച്ചേർന്നത് എവിടെ? മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ. 16, ദേശം ഒറ്റുനോക്കാൻ പോയ കഴിവുറ്റവരായ 5 പേർ താമസിച്ചത് എവിടെ? മിക്കായുടെ വീട്ടിൽ. 17, മിക്കായുടെ വീട് എവിടെ? മലനാടായ എഫ്രായിമിൽ. 18, മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശം ഒറ്റുനോക്കാൻ വന്ന കഴിവുറ്റവരായ 5 പേർ തിരിച്ചറിഞ്ഞത് എന്ത്? ആ യുവലേവ്യന്റെ ശബ്ദം. 19, മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞത് ആര്? ദേശം ഒറ്റുനോക്കാൻ അയക്കപ്പെട്ട 5 പേർ. 20, മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ ചെയ്തതെന്ത്? അവർ അടുത്തു ചെന്ന് ചോദിച്ചു.
21 അവർ അടുത്തു ചെന്ന് ചോദിച്ചത് എന്തെല്ലാം. അതായത് യുവലേവ്യനോട് അയാളുടെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്തു ചെന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? 2 നീ ഇവിടെ എന്തു ചെയ്യുന്നു? 3 നിന്റെ തൊഴിൽ എന്താണ്? 22 ദേശം ഒറ്റുനോക്കാൻ വന്ന കഴിവുറ്റവരായ 5 പേർ ആ യുവലേവ്യനോട് ആദ്യം ചോദിച്ചത് എന്താണ്? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ദേശം ഒറ്റുനോക്കാൻ വന്ന കഴിവുറ്റവരായ 5 പേർ ആ യുവലേവ്യനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 3 ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരുടെ ചോദ്യങ്ങൾക്ക് ആ യുവലേവ്യൻ പറഞ്ഞ മറുപടി എന്ത്? മിക്ക ഇങ്ങനെ ചെയ്തു, അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു, ഞാൻ അവന്റെ പുരോഹിതനാണ്. 24 ആര് ഇങ്ങനെ ചെയ്തു എന്നാണ് യുവലേവ്യൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? മിക്ക. 25 മിക്ക തന്നെ എന്തിന് നിർത്തിയിരിക്കുന്നു എന്നാണ് ആ യുവലേവ്യൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? ശമ്പളത്തിന്. 26 ഞാൻ അവന്റെ ആരാണ് എന്നാണ് ആ യുവലേവ്യൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? പുരോഹിതനാണ്. 27 ന്യായാധിപന്മാർ 18:5 പ്രകാരം അവർ അവനോട് അഭ്യർത്ഥിച്ചു. ആര് ആരോട്? ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേർ ആ യുവലേവ്യനോട്. 28 അവർ അവനോട് അഭ്യർത്ഥിച്ചു എന്ത്? ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. 29 ഞങ്ങളുടെ എന്തിൻ്റെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക എന്നാണ് ദേശം ഒറ്റുനോക്കാൻ വന്ന കഴിവുറ്റവരായ 5 പേർ ആ യുവലേവ്യനോട് അഭ്യർത്ഥിച്ചത്. യാത്രയുടെ. 30 ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക എന്ന് പറഞ്ഞ 5 പേരോട് പുരോഹിതൻ പറഞ്ഞ മറുപടി എന്ത്? സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. 31 എങ്ങനെ പോകുവിൻ എന്നാണ് പുരോഹിതൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? സമാധാനമായി പോകുവിൻ. 32 നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് പുരോഹിതൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? കർത്താവ്. 33 നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്തു ചെയ്യും എന്നാണ് പുരോഹിതൻ ദേശം ഒറ്റുനോക്കാൻ വന്ന 5 പേരോട് പറഞ്ഞത്? സംരക്ഷിക്കും. 34 ആ 5 പേർ അവിടെ നിന്നും പുറപ്പെട്ട് എത്തിയത് എവിടെ? ലായിഷിൽ. 35 ലായിഷിൽ എത്തിയതാര്? ദേശം ഒറ്റുനോക്കാൻ വന്ന ആ 5 പേർ. 36 ദേശം ഒറ്റുനോക്കാൻ വന്ന ആ 5 പേർ അവിടെ നിന്നും പുറപ്പെട്ട് ലായിഷിൽ എത്തിയപ്പോൾ കണ്ടതെന്ത്? സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ. 37 ലായിഷിലെ ജനങ്ങൾ എങ്ങനെ ഉള്ളവരായിരുന്നു? സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും. 38 ലായിഷിലെ ജനങ്ങൾ ആരെപ്പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നു? സീദോന്യരെ പോലെ. 39 ലായിഷിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു, അവർ സമ്പന്നരായിരുന്നു, സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗം ഇല്ലായിരുന്നു. 40 ആർക്കാണ് ഒന്നിനും കുറവില്ലാതിരുന്നത്? ലായിഷിലെ ജനങ്ങൾക്ക്. 41 ലായിഷിലെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരുന്നു? സമ്പന്നരായിരുന്നു. 42 ലായിഷിലെ ജനങ്ങൾ ആരിൽ നിന്ന് അകലെയാണ് താമസിച്ചിരുന്നത്? സീദോന്യരിൽ നിന്ന്. 43 സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്നവർക്ക് എന്താണ് ഇല്ലാതിരുന്നത്? ആരുമായി സംസർഗം. 44 ദേശം ഒറ്റുനോക്കാൻ പോയവർ സോറായിലും എഷ്താവോലിലും ഉള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചത് എന്ത്? നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? 45 നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാമെന്ന് സോറായിലും എഷ്താവോലിലും ഉള്ള സഹോദരന്മാർ ചോദിച്ചപ്പോൾ അയക്കപ്പെട്ട 5 പേർ എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? 6
46 നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാമെന്ന് സോറായിലും എഷ്താവൂലിലും ഉള്ള സഹോദരന്മാർ ചോദിച്ചപ്പോൾ അയക്കപ്പെട്ട 5 പേർ പറഞ്ഞത് എന്തെല്ലാം? നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂഷ്ടമായ സ്ഥലം. 4 നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. 5 നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക. 6 വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളാണ് പറയുന്നത്. 47 നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ അയക്കപ്പെട്ടവർ ആദ്യം പറയുന്നത് എന്ത്? നമുക്ക് പോയി അവരെ ആക്രമിക്കാം. 48 ഞങ്ങൾ എന്ത് കണ്ടു എന്നാണ് അവർ അയക്കപ്പെട്ട 5 പേർ സഹോദരന്മാരോട് പറഞ്ഞത്? ആ സ്ഥലം. 49 ആ സ്ഥലം എങ്ങനെയുള്ളതാണെന്നാണ് അയക്കപ്പെട്ട കഴിവുറ്റവരായ 5 പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത്? വളരെ ഫലഭൂഷ്ടമായ സ്ഥലം. 50 ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂഷ്ടമായ സ്ഥലം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേശം ഒറ്റുനോക്കിയിട്ട് വന്ന ആ 5 പേർ പറയുന്നത് എന്ത്? നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. 51 എങ്ങനെ ഇരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയിട്ട് വന്നവർ സഹോദരന്മാരോട് പറയുന്നത്? നിഷ്ക്രിയരായിരിക്കാതെ. 52 നിഷ്ക്രിയരായിരിക്കാതെ എങ്ങനെ ചെന്ന് ദേശം കൈവശമാക്കുവിൻ എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയിട്ട് വന്നവർ സഹോദരന്മാരോട് പറയുന്നത്? വേഗം ചെന്ന്. 53 നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയി വന്നവർ സഹോദരന്മാരോട് പറഞ്ഞത്? ശങ്കയില്ലാത്ത. 54 നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക. അവരുടെ പ്രദേശം എങ്ങനെ ഉള്ളതാണെന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയി വന്നവർ സഹോദരന്മാരോട് പറയുന്നത്? വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. 55 വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം ആര് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയി വന്നവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത്? ദൈവം. 56 ദാൻ ഗോത്രത്തിലെ ആരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ആയുധധാരികളായ 600 പേർ. 57 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? സോറായിലും എഷ്താവോലിലും നിന്ന്. 58 സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട ദാൻ ഗോത്രത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു? ആയുധധാരികൾ. 59 സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ എത്ര പേരായിരുന്നു? 600 പേർ. 60 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട് എവിടെ ചെന്നാണ് പാളയമടിച്ചത്? കിരിയാത്ത് യെയാറിമിൽ. 61 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട് കിരിയാത്ത് യെയാറിമിൽ പാളയമടിച്ചതിനാൽ ആ സ്ഥലത്തിനു കിട്ടിയ പേരെന്ത്? മഹനേദാൻ. 62 മഹനേദാൻ എന്നതിന്റെ അർത്ഥമെന്ത്? ദാനിന്റെ പാളയം. 63 മഹനേദാൻ എന്ന് ഇന്നും അറിയപ്പെടുന്ന സ്ഥലം ഏത്? ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവൂലിലും നിന്ന് പുറപ്പെട്ട് കിരിയാത്ത് യെയാറിമിൽ ചെന്ന് പാളയമടിച്ച സ്ഥലം. 64 മഹനേദാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറ്. 65 കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറുള്ള സ്ഥലം ഇന്നും അറിയപ്പെടുന്നതെങ്ങനെ? മഹനേദാൻ. 66 കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറു നിന്ന് അവർ എവിടേക്കാണ് കടന്നത്? എഫ്രായിം മലനാട്ടിലേക്ക്. 67 എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന അവർ ആരുടെ ഭവനത്തിലാണ് എത്തിയത്? മിക്കായുടെ. 68 ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞതെന്ത്? ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും
ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. 69 ന്യായാധിപന്മാർ 18-14 പറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങൾ ഏവ? കുലവിഗ്രഹങ്ങൾ, ഒരു കൊത്തുവിഗ്രഹം, ഒരു വാർപ്പു വിഗ്രഹം. ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. ഇങ്ങനെ ആരോട് പറഞ്ഞതാണ്? ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന 5 പേർ അവരുടെ സഹോദരന്മാരോട്. 71 എവിടെ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ എന്നാണ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന 5 പേർ സഹോദരന്മാരോട് പറഞ്ഞത് ഈ ഭവനങ്ങളിൽ ഒന്നിൽ. 72 എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചെയ്തതെന്ത്? അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്തു ചെന്ന് കുശലം ചോദിച്ചു. 73 അവർ തിരിഞ്ഞ് ആരുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്തു ചെന്നാണ് കുശലം ചോദിച്ചത്? മിക്കായുടെ. 74 മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന ആരുടെ അടുത്തു ചെന്നാണ് അവർ കുശലം ചോദിച്ചത്? യുവലേവ്യന്റെ. ഇങ്ങനെ 74 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഭാഗം കൂടിയാകുമ്പോൾ ഈ അധ്യായം അവസാനിക്കും. 3 അധ്യായങ്ങൾ കൂടിയാണ് ന്യായാധിപന്മാരിൽ നിന്നും നമുക്കിനി പഠിക്കാനുള്ളത്. ആ 3 അധ്യായങ്ങൾ 5 വീഡിയോയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ എന്ന ക്രമത്തിൽ അപ്ലോഡ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. കാരണം ഇനി 6 മാസമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ 6 മാസത്തിനുള്ളിൽ 100 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതുകയാണ്. അതിൽ 6 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. 7ാമത്തെ മോക്ക് ടെസ്റ്റ് ഇന്ന് രാത്രി 9 മണിക്ക് നടത്തപ്പെടുകയാണ്. അതിൽ പങ്കെടുക്കാൻ കുറേയധികം ആളുകൾ രജിസ്ട്രേഷൻ ഫീസ് അയച്ചിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ അയക്കാവുന്നതാണ്. ഇതിന് സമാന്തരമായി തന്നെ വാക്യങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ കുറച്ചധികം ആളുകൾ ഈ ബൈബിൾ ഭാഗങ്ങൾ ഒന്ന് വിശദീകരിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾക്ക് പുറമെ ഓരോ അധ്യായത്തിന്റെയും ഒരു സമ്മറി, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പൊതുവായിട്ടുള്ള ആശയം എന്താണ് എന്ന് തുടങ്ങുന്ന ഒരു വീഡിയോ 5-7 മിനിറ്റ് ദൈർഘ്യത്തിൽ ഓരോ അധ്യായത്തിൻ്റെയും ഓരോ വീഡിയോ ചെയ്തിടാം എന്ന് ചിന്തിക്കുന്നു. അപ്പം ഇങ്ങനെ വളരെ സമഗ്രമായി തന്നെ നമുക്ക് 2025 ലോഗോസിന് തയ്യാറെടുക്കാം. എല്ലാവരും വളരെ കൃത്യമായി ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അനുദിന ബൈബിൾ വാക്യ പഠനത്തിൻ്റെ ഭാഗമാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കും. ഇനിയും നമ്മുടെ ജനറൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായാൽ അതിനുള്ളിലും നമ്മൾ അതിൻ്റെ ലിങ്ക് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ലോഗോസ് പഠനം എന്നത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ, ഒരു മത്സരത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒന്നല്ല. അതൊരു ഭാഗം മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് ബൈബിൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ബൈബിൾ വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്കും ധാരാളം അനുഗ്രഹങ്ങൾ അതിലൂടെ ലഭിക്കും. അതോടൊപ്പം തന്നെ ബൈബിൾ പഠിക്കാൻ താല്പര്യമുള്ള പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ അതും ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരാൾ പഠിക്കുന്നതിലൂടെ അതിൻ്റെ നന്മയും നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക, പരമാവധി ആളുകൾക്ക് വചനം പഠിക്കാനൊരു പ്രേരണ നൽകുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.